ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൃപയാൽ നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ വലിയ ദയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. സർവ്വകൃപാലുവാരിക്ക് ദൈവം ഒരാഴ്ചവട്ട കാലം കൂടെ നമ്മെ പരിപാലിച്ചല്ലോ, നമ്മെ ക്ഷേമത്തോടെ സൂക്ഷിച്ചല്ലോ. പിന്നോട്ട് നോക്കിയാൽ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മളെ മാത്രമാണ് നോക്കുന്നത്. മറ്റുള്ളവരെ കൂടെ നോക്കുവാൻ സാധിക്കുമെങ്കിൽ നമുക്കൊത്തിരി ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കും. കാരണം മറ്റ് പലരും ഒത്തിരി പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവം നമ്മളെ ഇത്രത്തോളം ജയത്തോടെ നടത്തുന്നത്. വിശുദ്ധ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ടൊരു വേദവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കട്ടെ. റോമലേഖനം 8-ാം അധ്യായം 26-27 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 26 and 27. ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവിക പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം മുതൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചിന്തിപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമാണ് റോമലേഖനം 8-ാം അധ്യായം. ഈ അധ്യായത്തിൽ നിന്നുകൊണ്ട് 3 കാര്യങ്ങളെയാണ് നിങ്ങളുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 26-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ഞരങ്ങുന്ന 3 കൂട്ടം ആൾക്കാരെ റോമലേഖനം 8-ാം അധ്യായം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ 3 പേരെ ഒന്ന് കാണിച്ചുകൊണ്ട് അവരുടെ വിലാപത്തിൻ്റെതായിരിക്കുന്ന കാരണങ്ങളും വിഷയങ്ങളും ഒന്ന് അവതരിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് വിലപിക്കുന്നതായിരിക്കുന്ന ഞരങ്ങുന്നതായിരിക്കുന്ന ഒന്ന് വായിച്ചോട്ടെ. റോമലേഖനം 8-ാം അധ്യായം 22-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 22. സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവിടിയിരിക്കുന്നു എന്ന് നാം. ഒന്നാമത്തെ വിലപിക്കുന്നത് ഞരങ്ങുന്നത് സർവ്വസൃഷ്ടിയും. ഓൾ ക്രിയേഷൻസ് ആർ ഗ്രോണിങ്. എല്ലാ സൃഷ്ടിയും നിലവിളിച്ചുകൊണ്ടേയിരിക്കും, ഞരങ്ങിക്കൊണ്ടേയിരിക്കുന്നു. രണ്ടാമത്തത് റോമലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം. വേഴ്സ് 23. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. രണ്ടാമത്തെ ഞരക്കമാണ് സെയിൻസ്. വിശുദ്ധന്മാര് ഞരങ്ങിക്കൊണ്ടേയിരിക്കുന്നു. വിശുദ്ധന്മാര് ഞരങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൽ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. 3-ാമത്തെ ഞരക്കമാണ് 26-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം. പരിശുദ്ധാത്മാവ് ഞരങ്ങുന്നു. ദ ഹോളി സ്പിരിറ്റ് ഗ്രോൺസ്. ഇന്ന് പകൽക്കാലം നിങ്ങളെ ഒരുമിച്ച് ചിന്തിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഞരക്കം എന്നുള്ള വിഷയമാണ്. പരിശുദ്ധാത്മാവ് ഞരങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ആ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ വായിക്കട്ടെ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പൊ ഇവിടെ പരിശുദ്ധാത്മാവ് ഞരങ്ങുന്നതിൻ്റെ ഒരു ഞരക്കത്തിന്റെ കാരണം അവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ ദാസൻ പറയുന്നു, അത് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുകയാണ്. ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് ലിവ്സ് ഇൻ മീ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവല്ല. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുകയാണ്. എന്തിലാണോ എൻ്റെ ബലഹീനത എന്ന് പറയുന്നത്? താഴത്തെ വാക്യപ്രകാരം പറയുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന ബലഹീനത എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നുള്ള വിഷയത്തിൽ നിന്നുകൊണ്ടാണ്. ആ പ്രാർത്ഥന എന്താണെന്നുള്ളത് ദൈവത്തിന്റെ വിശുദ്ധ വചനം, ദൈവത്തിന്റെ ദാസൻ പൗലോസ് പറയുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ.
നമുക്കറിയത്തില്ല എന്തുവാ പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഞാൻ താഴോട്ട് വരുമ്പോൾ അതിനെ വിശദീകരിക്കാം. അപ്പോൾ ഈ ഒരു വേണ്ടുന്ന പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്കറിയാതിരിക്കുമ്പോൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ചെയ്യുന്നതായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണോ നെക്സ്റ്റ് വേർഡ് പറയുന്നത്? ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അപ്പൊ ദ ഹോളി സ്പിരിറ്റ് ഇന്റർസീഡ് ഫോർ us. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ശ്രദ്ധിക്കണേ എൻ്റെ ഓരോ വേർഡ്. ദ ഹോളി സ്പിരിറ്റ് ഇന്റർസീഡ് ഫോർ മീ. പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. എങ്ങനെയാ മധ്യസ്ഥ വഹിക്കുന്നത്? ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നത്, അവിടെ പറയുന്നത് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ലോകപരമായിരിക്കുന്ന ഒരു സംസാര ഭാഷയിൽ നിന്നുകൊണ്ടല്ല ഈ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നത്. ആ വാക്ക് മനസ്സിലാക്കുവാൻ ആർക്കും സാധ്യമല്ല. കാരണം ആർക്കും ഉച്ചരിക്കുവാൻ സാധിക്കുന്ന കാര്യമല്ല. ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ വാക്കുകൾ പ്രത്യക്ഷമായിട്ട് വെളിപ്പെടുന്ന ഇല്ലായിരിക്കാം. ചിലപ്പോൾ എന്തൊക്കെയോ ഞരക്കം. എന്താ ഈ ഞരക്കം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന വേദന അത് എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കാതിരിക്കുമ്പോൾ, അത് പുറമെ പറയുവാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് ചില സന്ദർഭങ്ങളെങ്കിലും നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ പോലും അറിയാതെ വിലപിക്കുന്ന ഒരു വിലാപം. ഒരു പക്ഷെങ്കിൽ അത് പുറത്തു വാക്കുകളായിട്ടൊന്നും കടന്നു വരത്തില്ല. പിന്നെയോ നമ്മുടെ ഉള്ളത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വിലപിക്കുന്ന ആർക്കുന്ന വിലാപം. ഇന്ന് ദൈവത്തിന്റെ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, പലപ്പോഴും നാം ആ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. മറ്റാരോടും പറയുവാൻ സാധിക്കാതെ, മറ്റാരോടും നമുക്ക് പ്രസന്റ് ചെയ്യുവാൻ സാധിക്കാതെ, നമ്മുടെ ഉള്ളിൽ പോലും അത് ഒതുക്കുവാൻ തക്കവണ്ണം ഭാരമുള്ള വിഷയം കടന്നു വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഞരങ്ങുന്ന അവസ്ഥകൾ. ശാന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ കാണുവാൻ സാധിക്കും. പിന്നോട്ട് നോക്കണം. ഇന്നത്തെ അവസ്ഥയോ ഇന്നലത്തെ അവസ്ഥയോ ചിലരുടെ ജീവിതത്തിൽ ആകുമായിരിക്കാം. എത്ര ദിവസം ആരോരും കാണാതെ, സ്വന്തം ഭർത്താവ് അറിയാതെ, സ്വന്തം ഭാര്യ അറിയാതെ, സ്വന്തം കുഞ്ഞുങ്ങളറിയാതെ നിങ്ങൾ കിടക്കുന്ന കിടക്കയിൽ, ആ തലയിണയിൽ എത്ര പേര് കണ്ണുനീര് ഒഴുക്കി എന്നുള്ളത് നിങ്ങൾക്കും സ്വർഗ്ഗത്തിലെ ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. വിലപിക്കുന്ന വിലാപം. വാക്കുകൾ കടന്നു വരത്തില്ല. വാക്കുകൾക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല. വാക്കുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുവാൻ കഴിയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ കൂടെ വേദനയിൽ ഉരുത്തിരിഞ്ഞു ചില അപശബ്ദങ്ങൾ. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, പല സന്ദർഭങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങൾ. ഒരു ഞരക്കം, പ്രിയപ്പെട്ടവരെ, ഒരു ഞരക്കത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ വേദനയുടെ ആധിക്യം എത്രമാത്രം വലുതാകുന്നു എന്നുള്ളത് ആ വാക്ക് ഞരങ്ങുക എന്നുള്ള വാക്കിൽ കൂടെ നമുക്കറിയാം. നമ്മളൊക്കെ കരയാറുണ്ട്, നമ്മളൊക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാറുണ്ട്. അതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറമാണ് ഞരങ്ങൽ എന്ന് പറയുന്നത്. ആ ഞരങ്ങൽ കടന്നു വരുമ്പോൾ അവിടെ കണ്ണുനീര് ഒഴുകുമായിരിക്കുക. വാക്കുകൾക്ക് അവിടെ പ്രസക്തിയില്ല. പിന്നെയോ ഉള്ളിലെ വേദനകൾ, ഉള്ളിൻ്റെ കണ്ണുനീരുകൾ ഞാനും നിങ്ങൾ പോലും അറിയാതെ വെളിപ്പെടുന്നതായിരിക്കുന്നൊരു സമയം. ആരും അത് കാണുന്നില്ലായിരിക്കാം, ആരും അറിയുന്നില്ലായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ഒരു ഞരക്കമുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഞരക്കം നമ്മുടെ ഉള്ളിലെ ഞരക്കമല്ല. ഈ ഞരക്കമെന്ന് പറയുന്നത് നമ്മളല്ല ചെയ്യുന്നത്. പിന്നെയോ തത്വത്തിൽ മൂന്നാം ആളത്വമാകുന്ന പരിശുദ്ധാത്മാവ് ചെയ്യുന്നൊരു ഞരക്കം. ഇന്ന് പകൽക്കാലം ആ ഒരു ഞരക്കത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകാൻ കർത്താവ് ഞാൻ താല്പര്യപ്പെടുന്നത്. ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദാസൻ പറയുന്നൊരു വിഷയം ഇതാണ്: പ്രാവുകളെ പോലെ ഞാൻ കുറവുന്നു. പ്രാവ് കുറവുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ?
ഒന്നുകിൽ തൻ്റെ ഇണ മരിച്ചു കിടക്കുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ ഇണയെ കാണാതിരിക്കുമ്പോൾ ആ ഇണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ഒരു പ്രാവ്, ആ പ്രാവിൻ്റെതായിരിക്കുന്ന ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് തൻ്റെ ഇണയെ ഒന്ന് അടുത്ത് കാണുക എന്നുള്ളത്. ആ ഒരു വലിയ ആഗ്രഹം വെച്ചുകൊണ്ട് അത് ചെയ്യുന്നതായിരിക്കുന്ന കാര്യമാണ്. വാക്കുകളല്ല വെളിപ്പെടുന്നത്, ഹൃദയത്തിൻ്റെ ആഴത്തിൽ കൂടെ ഒരു നിലവിളി വെളിപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വളരെ വിലപിടിപ്പുള്ളത് എന്തെങ്കിലും നമുക്ക് നഷ്ടമാകുമ്പോൾ, വിലപിടിപ്പുള്ളത് എന്തെങ്കിലും കിട്ടേണ്ട ഒരവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ, എന്നിലും നിങ്ങൾ കൂടെ കടന്നു വരുന്നതായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കാര്യമാണ് ഈ നിലവിളി എന്ന് പറയുന്നത്. ഭൗതികമായിട്ട് എനിക്കും നിങ്ങൾക്കും ഒരു നിലവിളി ഉണ്ടെങ്കിൽ, ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എൻ്റെ മാനുഷികമാർക്കുന്ന ബലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഞരക്കത്തെക്കുറിച്ചല്ല. എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ കൂടെ ഞരങ്ങുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക. എത്ര പേരത് അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പോലും അറിയാതെ പരിശുദ്ധാത്മാവ് നമ്മിൽ കൂടെ ഞരങ്ങുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ചില സമയത്ത് നമുക്കൊരു ഭാരവും കാണത്തില്ല. ദൈവ സാന്നിധ്യത്തിൽ ഞാൻ നിങ്ങൾ കടന്നു എന്ന് ദൈവത്തിൻ്റെ പാദങ്ങൾ മുട്ടുകളെ മടക്കിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞ ആത്മാവിൽ ഞാൻ നിറയപ്പെട്ട് മുൻപോട്ട് കടന്നു പോകുന്ന ആ സമയത്ത് വളരെ പെട്ടെന്ന് എനിക്കറിയത്തില്ല എന്തൊക്കെയോ ഒരു ഭാരം എൻ്റെ ഉള്ളിൽ കടന്നു വരികയാണ്. ആ ഭാരത്തോടെ ഞാൻ നിലവിളിക്കുക. എനിക്കറിയത്തില്ല, കണ്ണുനീര് ഒഴുകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു നിലവിളിയുടെ കാരണമെന്ന് പറയുന്നത് എൻ്റെ മാനുഷികമാർക്കുന്ന ബുദ്ധിയിൽ നിന്നുകൊണ്ടൊരു നിലവിളിയല്ല. പരിശുദ്ധാത്മാവ് എന്നെ കംപ്ലീറ്റായിട്ട് കൺട്രോൾ ഏറ്റെടുക്കുന്ന ആ സമയത്ത് ആത്മാവ് എൻ്റെ ഉള്ളിൽ തരുന്നൊരു ഭാരം, ആ ഭാരമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഭാരമാണ്. ആ ഭാരം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, ആ ഭാരത്തിൽ നിന്നുകൊണ്ട് എൻ്റെ അധരങ്ങൾ കടന്നു വരുന്ന ആ നിലവിളി ശബ്ദം വരുന്ന എൻ്റെ അധരങ്ങൾ കൂടെയാണ്. പക്ഷേ എൻ്റെ അധരമല്ല അതിനകത്ത് ഇമ്പോർട്ടൻ്റായി താഴോട്ട് കടന്നു വരുമ്പോൾ ഞാൻ പറയാം, പ്രിയപ്പെട്ട, എൻ്റെ അധരങ്ങളല്ല അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെയോ എന്തൊക്കെയോ ഭാരം ഉള്ളിൽ കടന്നു വന്ന് ആ ഭാരത്തോടുകൂടെ നിലവിളിക്കുന്ന ആർക്കുന്ന വിഷയം ഒരു ഭൗതികമാർക്കുന്ന വിഷയത്തിന് വേണ്ടി ആകണമെന്നില്ല, ഭൗതികമായ വിഷയമാകരുതെന്നുമില്ല. പക്ഷെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്, എൻ്റെ ബുദ്ധി അഫലമായിരിക്കും. എൻ്റെ ബുദ്ധിയിൽ നിന്നുകൊണ്ടല്ല ഞാൻ ഈ വിലാപം വിലപിക്കുന്നത്, പിന്നെയോ എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ കൂടെ വിലപിക്കുക. എന്താ പരിശുദ്ധാത്മാവേ നീ ഇത് ചെയ്യുവാൻ കാരണം? ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന എന്നുള്ളതായിരിക്കുന്ന എൻ്റെ പ്രാർത്ഥന ബലഹീനമായിരിക്കുമ്പോൾ, ആ ബലഹീനമായിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കുകയാണോ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? ശ്രദ്ധിക്കണേ എൻ്റെ ഓരോ വേർഡുകൾ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ നമുക്കൊക്കെ പ്രാർത്ഥിക്കാൻ അറിയാമോ? എനിക്ക് നിങ്ങൾക്കും അറിയത്തില്ല. നമ്മളൊക്കെ അറിയാവുന്ന ഭാഷയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഒരു മണിക്കൂർ ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു മണിക്കൂറിൻ്റെ പ്രാർത്ഥന ഒന്ന് നോക്കുകയെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഒന്ന് സ്കാൻ ചെയ്യുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് കാണുവാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഒരു സെൽഫിഷ് പ്രയറാണ്. ഒന്ന് ശാന്തമായിട്ട് ചിന്തിച്ച് നോക്ക്. സ്വർഗസ്ഥനായിരിക്കും ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കുവാൻ. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയുടെ വാചകങ്ങൾ മുഴുവൻ തുടക്കം മുതൽ അവസാനം വരെ നോക്കിയാൽ നമ്മുടെയും നമുക്കുള്ളവരുടെയും കാര്യങ്ങളല്ലാതെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ എത്രയൊക്കെ അന്വേഷിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ശാന്തമായി ചിന്തിക്കുക. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഒരു പെറ്റീഷനാണ് ദൈവത്തിന് മുമ്പാകെ കൊണ്ട് വെക്കുന്നത്. കർത്താവ്, ഞാൻ മുൻപോട്ട് കടന്നു വരട്ടെ. ഒന്ന്, ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാർത്ഥനയുമായിരിക്കുന്ന ബന്ധത്തിൽ പ്രധാനമായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപതിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നതായിരിക്കുന്ന 3 ബലഹീന വശം. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് മാൻസ് പ്രയർ ഈസ് വീക്ക്. അവൻ്റെ പ്രാർത്ഥന ബലഹീനമായിരിക്കുന്ന പ്രാർത്ഥനയോ. വായിച്ചോട്ട് മാത്യു ചാപ്റ്റർ 26 വേഴ്സ് നമ്പർ 40. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 40-ാമത്തെ വാക്യം. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ചോ?
എന്താ ഉറക്കത്തിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അരിമരക്ഷിതാവായ യേശു ക്രിസ്തു കാൽവക്രൂശിലേക്ക് കടന്നു പോകുന്നതായിരിക്കുന്ന വലിയ വേദനയുടെ മധ്യത്തിൽ ആ ഭാരം തൻ്റെ ഉള്ളിൽ കടന്നു വന്ന ആ ഭാരത്തോടുകൂടെ ദൈവ സാന്നിധ്യത്തിൽ താൻ ആയിരിക്കുമ്പോൾ താൻ ആഗ്രഹിച്ച ഒരു കാര്യമാ തൻ്റെ അരുമശിഷ്യന്മാരുടെ തന്നോടുകൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ഉണർന്നിരുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്ന സമയത്ത് ഒരു സമയത്ത് പോലും പറഞ്ഞില്ല നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിരുന്നു. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു മനസ്സിലാക്കി താൻ ക്രൂശീകരിക്കപ്പെടുവാൻ പോകുന്നതിന് തൊട്ട് മുൻപിൽ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ പോകുന്നതായിരിക്കുന്ന വലിയ അവസ്ഥകളെ കണ്ടുകൊണ്ട് യേശു ആഗ്രഹിക്കുകയുണ്ടായി, നിങ്ങളും എന്നോടുകൂടെ ചേർന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പക്ഷെ എന്ത് പറ്റിയില്ല, അവർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധ്യമായില്ല. എന്താ കാരണമായി തീർന്നത് നിങ്ങൾക്കറിയാം. കർത്താവായ യേശുവിന്റെ വേദന അവർ മനസ്സിലാക്കാഞ്ഞിട്ടല്ല. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുവാൻ പോകുന്നുവെന്നുള്ളത് വ്യക്തമായിട്ട് പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും പറഞ്ഞു. ആ പത്രോസ് പറഞ്ഞു, ഗുരു ആരെല്ലാം നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ ഒരിക്കലും നിന്നെ തള്ളി പറയത്തില്ല. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാ. പക്ഷെ എന്തു വന്നില്ല, അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധ്യമായില്ല. കിടന്നുറങ്ങുന്നു ആയിരിക്കുന്നൊരവസ്ഥ. ദൈവമക്കളെ ശാന്തമായിട്ട് ചിന്തിക്കണേ. നമ്മുടെയൊക്കെ പ്രാർത്ഥന എത്രത്തോളം ഫീബിളാകുന്നു എന്നുള്ളത്, എത്രത്തോളം ശോഷിച്ചതാകുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യമാണ്. പലപ്പോഴും ഞാൻ നിങ്ങൾ ബോസ്റ്റ് ചെയ്യാറുണ്ട്. എൻ്റെയും നിങ്ങളുടെ പ്രാർത്ഥനയുടേതായിരിക്കുന്ന വലിപ്പത്തെ വെച്ചുകൊണ്ട് ബോസ്റ്റ് ചെയ്യാറുണ്ട്. ഇന്ന് പകൽക്കാലം ശാന്തമായിട്ടൊന്ന് പറയട്ടെ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് ദൈവ സാന്നിധ്യത്തിൽ എൻ്റെയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ വലിപ്പത്തെക്കുറിച്ചോ എൻ്റെയും നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചോ എനിക്ക് നിങ്ങൾക്ക് ഒന്നും ബോസ്റ്റ് ചെയ്യുവാനില്ല. പിന്നെയോ എൻ്റെയും നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗസ്ഥനായിരിക്കും ദൈവത്തിൻ്റെതായിരിക്കും സ്കാനിങ് മെഷീനിൽ കൂടെ വിട്ടു കഴിയുമ്പോൾ കാണുന്നത് വളരെ ഫീബിളായിരിക്കുന്ന ബലഹീനമായിരിക്കുന്ന ഒന്നാണ്. കാരണം എന്താ? ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷം, ആളുടെ അവസ്ഥ നോക്ക്, അത് ബലഹീനമായിരിക്കും. രണ്ട്, പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്ന ആ സമയത്ത് എന്താ വിഷയമായിരിക്കുന്നത്? വായിച്ചോട്ടെ, റോമക്കലേനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. റോമക്കലേനം 8:26 വീണ്ടും നമ്മുടെ കുറിവാക്യം. ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ You do not know what to pray. എന്ത് പ്രാർത്ഥിക്കണമെന്നുള്ളത് നിങ്ങൾക്കറിയത്തില്ല. ഒന്ന് ശാന്തമായിട്ടൊന്ന് ശ്രദ്ധിച്ചേ. അരുമനാഥനാകുന്ന യേശു നമ്മെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചപ്പോൾ ഇപ്രകാരമാണ് പഠിപ്പിച്ചത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ പുത്രത്തിൻ്റെ ബന്ധത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും ഞാനും നിങ്ങളത് ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ട്, നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രെയർ എന്ന് പറയുന്നത് നിൻ്റെ നാമം മഹത്വപ്പെടണമേ. എനിക്കറിയത്തില്ല എത്ര പേര് പ്രാർത്ഥന തുടങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. ദൈവം തന്നതായിരിക്കുന്ന ആരോഗ്യം, ദൈവം തന്നതായിരിക്കുന്ന സമാധാനം, ദൈവം തന്നതായിരിക്കുന്ന സമൃദ്ധി, ദൈവം തന്നതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ. സഹോദര, ചോദിക്കട്ടെ, പ്രാർത്ഥന തുടങ്ങുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന തുടങ്ങേണ്ടത് പുത്രൻ്റെ നാമത്തിലാണ്. പക്ഷേ അതിൻ്റെ ആദ്യത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആ ഒരു പകൽക്കാലം മുഴുവൻ നടത്തിയ വഴികളെ ഓർത്ത്, രാത്രികാലം മുഴുവൻ നമ്മെ പരിപാലിച്ചത് ഓർത്തുകൊണ്ട്, കരങ്ങൾ താങ്ങി നമ്മെ എഴുന്നേൽപ്പിച്ചതിനെ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ ദാസനോടുകൂടെ ചേർന്ന് പറയണം, യഹോവ താങ്ങിയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. എൻ്റെ കരം കൊണ്ടല്ല, എൻ്റെ ബലം കൊണ്ടല്ല ഞാൻ ഉണർന്നത്, യഹോവ താങ്ങിയാൽ. എന്ത് പ്രാർത്ഥിക്കണമെന്നുള്ളത് എനിക്ക് നിങ്ങൾക്കും അറിയത്തില്ല. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ അത് നമ്മുടെ അവസ്ഥകളാണ്. പലപ്പോഴും എന്താണെന്നുള്ളത് അറിയത്തില്ല. എന്തൊക്കെയോ വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതെന്നോ നിങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ടാണ് തൃത്വത്തിൽ മൂന്നാം ആളത്വമാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുവാൻ തക്കടം ആഗ്രഹിക്കുന്നത്.
മനുഷ്യന്റെ പ്രാർത്ഥനയിൽ സംഭവിക്കുന്ന മൂന്നാമത്തെ കാര്യം, they do not know how to pray. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത് അറിയത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന കണ്ടപ്പോൾ തൻ്റെ അരിമശിഷ്യന്മാർക്കൊരു വലിയ ആഗ്രഹമുണ്ടായി. അരിമശിഷ്യന്മാർ പ്രാരം പറഞ്ഞു, ഗുരു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. എന്താ അവർ ആഗ്രഹിച്ചൊരു കാര്യം? അവർക്കറിയത്തില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥന ബലഹീനമാണ്. എന്താ അത് ബലഹീനമെന്ന് പറയുവാൻ കാരണമായിരിക്കുന്നത്? ഒന്ന് ഞാൻ വെളിപ്പെടുത്തുവാൻ വായിച്ചോട്ടെ. മത്തായി 26:40 വാക്യം. മാത്യു ചാപ്റ്റർ 26 വേഴ്സ് നമ്പർ 40. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. എന്താ കാരണം? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൻ്റെ ബലഹീനത. ഒന്ന് ശാന്തമായിട്ടൊന്ന് ചിന്തിച്ച്, വെളുപ്പിനെ കർത്താവ് നമ്മളെ ഉണർത്താറുണ്ട്, രാവിലെ എഴുന്നേൽക്കാറുണ്ട്. ആ പ്രാർത്ഥനയുടെ ശരിയായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ദൈവമേ എന്ന് പറയുമ്പോൾ അടുത്ത ഉറക്കത്തിലേക്ക് പോകും. നമ്മൾ പോലും അറിയത്തില്ല കിടന്നുറങ്ങുന്നത് പ്രാർത്ഥിക്കുവാനായിട്ട് ഇരുന്നതാണെന്നുള്ള സത്യമാണ്. പക്ഷെങ്കിൽ ആ പ്രാർത്ഥന കംപ്ലീറ്റ് ആക്കാതെ വണ്ണം ബലഹീനമായിരിക്കുന്നു. അതല്ലേ സഹോദര സത്യമായിരിക്കുന്നത്? എൻ്റെ പ്രാർത്ഥന മുഴുമിപ്പിക്കുവാൻ സാധിക്കാതെ, ആഗ്രഹിക്കുന്ന പോലെ ദൈവത്തിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കണമെന്നുള്ള താല്പര്യത്തോടെ ഇരുന്നിട്ടും പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ ഇടയ്ക്ക് വെച്ച് ഞാൻ പോലും അറിയാതെ കിടന്നുറങ്ങുന്നതായിരിക്കുന്നൊരവസ്ഥ. എന്താ അതിൻ്റെ കാരണമായിരിക്കുന്നത്? എൻ്റെ ബലഹീനമായിരിക്കുന്ന ശരീരം പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണേ, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയ തടസ്സമെന്ന് പറയുന്നത് നമ്മുടെ ഓൺ ബോഡിയാണ്, നമ്മുടെ സ്വന്തം ശരീരമാണ്. അത് പലപ്പോഴും പ്രാർത്ഥിക്കുവാൻ നമ്മളെ സമ്മതിക്കത്തില്ല. പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളെ അതിനായിട്ട് മുമ്പോട്ട് നടത്തത്തില്ല. മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം ആ ശരീരം സമ്മതിച്ചാലും പ്രാർത്ഥനയ്ക്കൊന്ന് മുട്ടുകളെ മടക്ക്. ആ ശരീരത്തിന് പലതും പറയുവാൻ സാധിക്കും. 10 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തുടങ്ങും കാലുവേദനയും മുട്ടുവേദനയും ഒക്കെ, നടുവേദനയൊക്കെ. എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന പലപ്പോഴും ബലഹീനമായിരിക്കുന്ന പ്രാർത്ഥനകളായി തീരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ. ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എത്രമാത്രം ഞാനിക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ആണ്. ഒന്ന് ശ്രദ്ധിച്ച് എത്രമാത്രം എരിവ് എൻ്റെയും നിങ്ങളുണ്ട്. ഹൗ മച്ച് സീൽ വി ഹാവ്. ഒന്ന് നോക്കിയാൽ കാണുന്നത് മുഴുവൻ ബലഹീനയാണ്. ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 48 വേഴ്സ് നമ്പർ 10. യെരമ്യാ 48 അധ്യായം അതിൻ്റെ 10 വാക്യം. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ സ്വർഗ്ഗത്തിലെ ദൈവം ഈ വാക്കിന്റെ വെളിച്ചത്തിൽ എന്നെ നിങ്ങളെ വിധിച്ചിരുന്നുവെങ്കിൽ ആത്മീയരായിരിക്കും ഞാനും നിങ്ങളും ശാപത്തിൻ കീഴിൽ തന്നെ ആയിരുന്നേനെ. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ ഹാർട്ട് ആ പ്രവൃത്തിയിൽ കൂടെയില്ല. എൻ്റെ ഹൃദയം മറ്റെവിടെയോ ആയിരിക്കുന്നത്. ഞാൻ എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ ഹൃദയം വളരെ ദൂരത്തിലായിരിക്കുന്നു. ശാന്തമായിട്ടൊന്ന് ചിന്തിക്കണേ ദൈവത്തിൻ്റെ മക്കളെ. Our prayers are feeble. ഞാൻ നിങ്ങളെ ബലഹീനരാ. ആ ബലഹീനത വെച്ചുകൊണ്ട് ദൈവം നമ്മളോട് കണക്ക് ചോദിക്കുമായിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കൃപയാ ഞാൻ നിങ്ങളും ഇന്നിതുപോലെ ഇരിക്കുന്നത്.
ഞാൻ പലപ്പോഴും ഓർക്കും, ഒരു അനന്യ സഫീറെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ കാരണമായി തീർന്നുവെങ്കിൽ, അതുപോലെ ദൈവം കണക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളും ഒരു പക്ഷെങ്കിൽ ഇന്ന് ഇവിടെ കാണത്തില്ല. അവർ വലിയ തെറ്റ് ചെയ്തെന്ന് നിങ്ങൾ പറയുമായിരിക്കാം. അവർ ചെയ്ത തെറ്റെന്നാണെന്നറിയാമോ? സർവവും ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ട് അവരുടെ ഭാവിക്ക് വേണ്ടി അല്പം മാറ്റിവെച്ചു. ഞാനും ചോദിക്കട്ടെ, ദൈവത്തിന് മുൻപാകെ ദൈവത്തിന് വേണ്ടി ഞാൻ നിങ്ങൾ കൊടുത്തത് എത്ര വലിയ കാര്യമാണ്. എൻ്റെയും നിങ്ങളുടെ യാത്രകളിൽ കൂടെ കടന്നു വന്നത് എത്ര വലിയതാ. ദൈവത്തിന് മുമ്പാകെ പ്രസന്റ് ചെയ്യുന്നതോ എത്ര ഫീബിൾ. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും അവൻ നമ്മെ നശിപ്പിക്കാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മധ്യസ്ഥതയാണ്. ഇല്ലായിരുന്നെങ്കിൽ എന്നെ നശിച്ചു പോയനെ. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ദൈവമക്കളെ, ഞാൻ ആത്മാർത്ഥമായിട്ടെന്ന് പറയട്ടെ, പള്ളിയിലേക്ക് കടന്നു വരുന്നെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ കടന്നു വാ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം കേൾക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ കേൾക്കുക. ജീവിതത്തിൽ നാം എന്ത് ചെയ്താലും, ദൈവത്തിന് വേണ്ടി എന്ത് പ്രവർത്തിച്ചാലും, അതെല്ലാം കടന്നു വരേണ്ടത് നമ്മുടെ ഉള്ളത്തിൻ്റെ ആഴത്തിൽ കൂടെയാണ്. നമ്മുടെ ഉള്ളത്തിൻ്റെ ആഴത്തിൽ കൂടെ എന്ത് കടന്നു വന്നിട്ടുണ്ട്, അതിൻ്റെ എല്ലാം പ്രത്യക്ഷമായിരിക്കുന്ന ഒരു പ്രവൃത്തി അത് നമ്മുടെ പ്രവർത്തനത്തിൽ കൂടെ കാണുവാൻ സാധിക്കുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒന്ന്, ബലഹീനമായിരിക്കുന്ന പ്രാർത്ഥന. രണ്ട്, we do not know how to pray. വായിച്ചാട്ട് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ അവസ്ഥ എന്താണ്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 6 verse number 5. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്, അവർ മനുഷ്യർക്ക് മനുഷ്യർക്ക് കാണേണ്ടതിനോ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ മറ്റുള്ളവർ വെളിപ്പെടുത്താനാണ്. ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവരെ കാണത്തക്കവണ്ണം ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലായിരിക്കെ. പക്ഷേ എൻ്റെയും നിങ്ങളുടെ യാത്രകൾ കൂടെ എത്ര പ്രാവശ്യം മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത്ര മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കുമെന്ന്. എന്താ അതിൻ്റെ കാരണം? പ്രിയ സഹോദര, പ്രാർത്ഥിക്കുന്നത് അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് നീ സംസാരിക്കണം. അതാണ് പ്രാർത്ഥന. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തേണ്ടതിനോ ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. We do not know how to pray. പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയത്തില്ല. വായിച്ചാട മത്തായി 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. മത്തായി 6:7. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. 1000 വേദവാക്യം എടുത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ സ്വർഗ്ഗത്തിലെ ദൈവം കേൾക്കുമെന്നാ പലപ്പോഴും നാം ചിന്തിക്കുന്നത്. ദൈവത്തിന് വേണ്ടതൊന്നുമല്ല. എന്നെ പണ്ട് ആത്മീയത്തിൽ ഞാൻ വളർന്നു വരുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക, എൻ്റെ ഉള്ളിൽ വലിയ ആഗ്രഹമുണ്ടായി. അനേക ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് കൊതിയായിരുന്നു. വാസ്തവം ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഞാൻ ദൈവത്തോട് ചോദിച്ച, കർത്താവേ, ഈ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുന്ന പോലെ എന്നെന്ന് എനിക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അന്ന് ദൈവത്തിൻ്റെ ആത്മാവിനെ പഠിപ്പിച്ചൊരു വലിയ പാഠമുണ്ടായിരുന്നു. അന്ന് എൻ്റെ മൂത്ത മകൻ ജോഷുവയ്ക്ക് ഏതാണ്ട് 8 മാസം 9 മാസം അങ്ങോട്ട് പ്രായമുള്ളൂ. ദൈവം ആ കുഞ്ഞിനെ ഒന്ന് കാണിച്ചിട്ട് പറഞ്ഞു, നീ ഓഫീസിൽ നിന്ന് കടന്നു വരുമ്പോൾ ആ കുഞ്ഞ് നിന്നോട് വല്ലതും സംസാരിക്കുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, തത്ത എന്തെങ്കിലും അങ്ങനെയൊക്കെയാ അവൻ പറയുന്നു പറഞ്ഞു. എന്നോട് ചോദിച്ചു, നിനക്കിത് വല്ലതും മനസ്സിലായോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, അവൻ്റെതായിരിക്കും നീ എക്സ്പ്രഷനും ആ വ്യക്തമായിരിക്കുന്ന വാക്കുകളല്ല. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കും വാട്ട് ഹീ നീഡ്സ്. അന്ന് ദൈവം എന്നോട് ചോദ്യം ചോദിച്ചു. എനിക്കറിയത്തില്ല ഇതൊക്കെ എങ്ങനെയാണെന്ന്. അവർ BCom കാരനായിട്ട് വന്ന് നിന്നോട് സംസാരിച്ചാൽ
നീ എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവൻ സംസാരിക്കുന്ന അന്ന് അവൻ്റെ വിവരത്തിനനുസരിച്ചാണ് ഫൈനലി ജോഷുവ ബിക്കമ. അന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു അത് വളരെ അവൻ്റെ ബുദ്ധിയിൽ നിന്നുകൂടെ സംസാരിക്കുന്നത്. ദൈവം അന്ന് എന്നോട് ചോദിച്ചു, വിച്ച് വൺ യു ലൈക്ക്? ഈ 8 മാസമുള്ള അവൻ്റെ സംസാരമോ, ഒരു 10-17 വയസ്സ് പ്രായത്തോടുകൂടെ ഒരു ബികമൊക്കെ പഠിച്ച് ലോകത്തിൻ്റെ കുറച്ച് ജ്ഞാനമൊക്കെ നിന്ന് കിട്ടി, അതുമായിട്ട് കടന്നു വന്ന് നിന്നോട് സംസാരിച്ചാൽ ഏതാണ് ഇഷ്ടമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ, കർത്താവ് എനിക്കിഷ്ടം ഇപ്പോഴത്തെ സംസാരമാണ്. ദൈവനോട് ചോദിച്ചു, എന്താ കാരണം? ഞാൻ പറഞ്ഞ, കർത്താവ് ഇപ്പോൾ അവൻ സംസാരിക്കുന്നത് ഫ്രം ഹിസ് ഇന്നസെൻസി. അവൻ പിന്നീട് സംസാരിക്കാൻ പോകുന്നത് ഫ്രം ഹിസ് ഇൻ്റലിജൻസ്. ദൈവം അന്നെന്നോട് പറഞ്ഞു, കുഞ്ഞേ, എനിക്ക് വേണ്ടത് നിൻ്റെ ഇന്നസെൻസിയിലുള്ള പ്രാർത്ഥനയാണ്. അന്ന് ഞാൻ മറ്റേത് മാറ്റിവെച്ചു. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഇന്നസെൻസിയിൽ നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടത് ഭാഷയുടെ ശൈലിയല്ല, വാചകത്തിൻ്റെ കസത്തല്ല. സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടത് അവർ ഇന്നസെൻസി. ഹൃദയത്തിൻ്റെ താഴ്ക്ക് നിഷ്കളങ്കതയിൽ നിന്നുകൊണ്ട് ഏത് വാക്ക് സ്വർഗത്തിലെ ദൈവത്തോട് പറയുന്നു, അതാണ് സ്വർഗത്തിലെ ദൈവം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെ ദൈവത്തിന് വേണ്ടി വിശുദ്ധ കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കരയറ്റുകയെ. എങ്ങനെ വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത്, എന്ത് പ്രാർത്ഥിക്കണമെന്നുള്ളത് നമുക്കറിയത്തില്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാനായിട്ട് ആയിത്തീരുന്നുണ്ട്. പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, കഴിയുന്നിടത്തോളം ദൈവത്തിന് മുൻപാകെ, നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ ചെയ്യുന്ന കാര്യങ്ങൾ അത് നിങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കട്ടെ. അതായിരിക്കും സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമുള്ളത്. 3, നമുക്കറിയത്തില്ല വാട്ട് ടു പ്രേ, എന്ത് പ്രാർത്ഥിക്കണമെന്ന്. പ്രിയപ്പെട്ട, ഇതൊന്നും നമ്മുടെ അവസ്ഥ മാത്രമല്ല. ദൈവികമാർഗത പരിജ്ഞാനം കൊണ്ട് നിറയപ്പെട്ട ഒരു മനുഷ്യനുണ്ട്, വെളിപ്പാടുകളുടെ ആധിക്യം പ്രാപിച്ചൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനും അറിയത്തില്ല എന്ത് പ്രാർത്ഥിക്കണമെന്ന്. ഒരു സമയം ആ മനുഷ്യൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. 2 Corinthians chapter 12, 2 Corinthians 12 അധ്യായം അതിൻ്റെ 7ാമത്തെ വാക്യം. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. നെക്സ്റ്റ് വേർഡ്, അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിനോ. ഞാൻ 3 പുള്ളിക്ക് അറിയത്തില്ല എന്തിനാ അത് കൊടുത്തേക്കുന്നു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്കൊരു ബുദ്ധിമുട്ട് കടന്നു വരുമ്പോൾ നമ്മൾ ഓടിച്ചാടി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ ഇതൊന്ന് മാറ്റിത്തരണം. ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നീ ദൈവത്തിന് ഉള്ളം കരങ്ങൾ വഹിച്ചിരിക്കുന്നവരാകുന്നുവെങ്കിൽ, ദൈവം നിങ്ങളെ പരിപൂർണമായി സൂക്ഷിച്ചിരിക്കുന്നുവെങ്കിൽ, സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. യാതൊന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. പ്രിയപ്പെട്ട, അതുകൊണ്ട് പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പ്രാർത്ഥിക്കണം. പലപ്പോഴും നമുക്കറിയത്തില്ല എന്തുവാ നമ്മുടെ ജീവിതത്തിൻ്റെ നന്മ, എന്താണ് അതിൻ്റെ അനുഗ്രഹം എന്നുള്ളത്. പലപ്പോഴും നമുക്കറിയത്തില്ല. പല സന്ദർഭങ്ങളിലും എൻ്റെയും നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ബുദ്ധി എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഒരു വിശുദ്ധനായിരിക്കുന്നൊരു വ്യക്തി, ആ വ്യക്തി നിൽക്കുന്ന പ്രാർത്ഥനയുടെ ചങ്ങല അത് വളരെ വലുതാണ്. ഞാൻ ഓർത്തു ഏതെല്ലാം അവസ്ഥയിലാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. പ്രധാനമായിട്ട് 3-fold intercessory prayer for a God's child. എന്തൊക്കെയാണ് ഒരു ദൈവ പൈതലിൻ്റെ പ്രാർത്ഥന മധ്യസ്ഥത ആരൊക്കെ വഹിക്കുന്നു? ഒന്നാമതായിട്ട് എബ്രായലേഖനം 7-ാം അധ്യായം 25-ാമത്തെ വാക്യം, Hebrews chapter 7 verse 25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഒന്നാമതായിട്ട് ഇന്റർസീഡ് ചെയ്യുന്നത് മൈ ജീസസ്, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളും അറിയാതിരിക്കുമ്പോൾ ദൈവം അനുവദിക്കുന്ന നിങ്ങൾ അഭിഷേകത്തിലേക്ക് കടന്നു വരും. ഞാൻ നിങ്ങൾ പോലും അറിയാതിരിക്കുമ്പോൾ അരമരക്ഷിതാവായിരിക്കുന്ന യേശു എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങുമ്പോഴും ഞാൻ എഴുന്നേൽക്കുമ്പോഴും കടന്നു പോകുന്ന ആർക്കുന്ന കർത്താവായ യേശുവിൻ്റെ മധ്യസ്ഥത പല മേഖലയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു 10 ദിവസം ജീവിതത്തിൽ കർത്താവായ യേശു പറയുന്നത്, അതെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിനോ എന്നോട് അനുവാദം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിനോ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഈ പാവം പിടിച്ച മനുഷ്യൻ കിടന്നുറങ്ങുക, ശരീരത്തിലെ ബലഹീനത കണ്ടുകൊണ്ട് കിടന്നുറങ്ങുക. ആ സമയത്തും ഒരുവൻ പക്ഷപാതം ചെയ്യുന്നു. ഒന്നാമതായിട്ട് ഒരു ദൈവ പൈതലിൻ്റെതായിരിക്കുന്ന ഇൻഡസ്ട്രി പ്രയർ നടത്തുന്നത് കർത്താവായ യേശുവാ. 2, ഒരു ദൈവ പൈതലിന് ഇൻഡസ്ട്രി പ്രയർ നടത്തുന്നത് ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 2. ഗലാത്യർ ലേഖനം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം. അപ്പൊ 2ാമത് ഇൻഡസ്ട്രി പ്രയർ നടത്തുന്ന ആരാണെന്നറിയാമോ? വിശുദ്ധന്മാർ. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി. ശാന്തമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്നവർക്ക് വേണ്ടി 4 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വല്ല സമയം വേണോ? ഏറ്റവും കുറഞ്ഞ് നിങ്ങളുടെ ഇടവും വലതും മുൻപിലും ബാക്കിലും 4 പേരുടെ മുഖം ഒന്ന് കാണുക. ഓരോ ദിവസവും ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരെ വെച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഈസി അല്ലേ ചെയ്യാൻ? വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങളെപ്പോലെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട കാര്യം ഇത്രയും മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഏതായാലും ഇഷ്ടം പോലെ ചുക്ലോത്തൊക്കെ പറയാറുണ്ടല്ലയോ? അപ്പോൾ ആ കൂട്ടത്തിൽ ആ പേരും കൂടെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് മനസ്സിൽ അവരെ ഒന്ന് കണ്ടിട്ട് ഒന്ന് വീട്ടിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത്, കർത്താവേ, പേരെനിക്കറിയത്തില്ല, പക്ഷെ അവരുടെ മുഖം ഇന്ന് ഞാൻ തിരുമുമ്പാകെ ഉയർത്തുന്നുവെന്ന ഒരു വേർഡ് പറയുമെങ്കിൽ, സഹോദര, നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിൻ്റെ അടുത്തിരിക്കുന്നവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നീ പ്രാർത്ഥിക്കത്തില്ലെങ്കിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആരും കാണത്തില്ല. അതുകൊണ്ട് എന്താ ദൈവമക്കൾക്ക് വേണ്ടത്? 2ാമതായിട്ട് പ്രാർത്ഥന ചങ്ങല എന്ന് പറയുന്നത് ദൈവമക്കളാ. ദൈവമക്കൾ പരസ്പരമായിട്ട് അവർ ഇൻഡസ്ട്രി പ്രയറിലേക്ക് അവർ നടത്തണം. 3ാമതായിട്ട് മധ്യസ്ഥ വഹിക്കുന്നത് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. അത് എന്ത് ചെയ്യുന്നു? എന്നിൽ വസിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എന്താ ഈ പരിശുദ്ധാത്മാവിൻ്റെ മധ്യസ്ഥ? എനിക്ക് വർഷിപ്പിന് ടൈം കൊടുക്കണം, പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന ഞരക്കം? അതിലേക്ക് കടന്നു വരുമ്പോഴായിട്ടൊരു വാക്യം കൂടെ ഒന്ന് വായിക്കട്ടെ. റോമക്കലേഖനം 8-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. Romans chapter 8 verse number 27. What is the prayer of the Holy Spirit? എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം ഒന്നാമത് according to the will of God. നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് എന്നിൽ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ, ശ്രദ്ധിച്ചോണം ഞാൻ പറഞ്ഞ വേർഡ്, പരിശുദ്ധാത്മാവ് എന്നിൽ കൂടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നിൽ കൂടെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ അഫലമാണ്. മൈ സെൽഫ് ഇസ് സൈലന്റ്. എൻ്റെ ബുദ്ധി അവിടെ അഫലമാ, യാതൊന്നും അവിടെ വർക്ക് ചെയ്യുന്നില്ലേ. പിന്നെയോ ദ ഫുള്ളി കൺട്രോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് ഞാൻ പൂർണ്ണമായിട്ടായിരിക്കുന്നത്. ആ പൂർണ്ണമായിട്ട് ഞാൻ ആയിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഞരക്കം കടന്നു വരുമ്പോൾ, ആ ഞരക്കത്തിന്റെ വാക്കുകളൊന്നും വെളിപ്പെടുന്നില്ല. താഴോട്ട് കടന്നു വരുമ്പോൾ ഞാൻ പറയട്ടെ, പക്ഷേ ആ പ്രാർത്ഥനയെക്കുറിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ആ പ്രാർത്ഥന ഒരു പെർഫെക്റ്റ് പ്രയറാണ്. എന്താ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ഒന്ന്, ഈസ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗാഡ്. നമുക്കറിയത്തില്ല ദൈവത്തിൻ്റെ ഹിതമെന്താണെന്ന്. മുട്ടുകളെ മടക്കി ആത്മാവിൽ നിറയപ്പെട്ട് ആത്മാവിനെ ഞാൻ മൂടപ്പെട്ടുകൊണ്ട് മുൻപോട്ട് കടന്നു വരുമ്പോൾ
എൻ്റെ ഉള്ളിൽ കൂടെ കടന്നു വരും ഞരക്കത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു. അതെൻ്റെ ബുദ്ധിയല്ല, എൻ്റെ ഹിതമല്ല അവിടെ നടക്കുന്നത്. പ്യൂർലി ദ വിൽ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ളൊരു പ്രാർത്ഥന. രണ്ട്, ആ പ്രാർത്ഥനയുടെ പ്രത്യേകത ഒന്ന് വായിച്ചിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ ആ വാക്യം. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി അപ്പൊ ആർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കണേ. ലോകമക്കൾക്ക് വേണ്ടി അല്ല പക്ഷപാതം ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫോർ ഹിസ് സെയിൻസ്. വിശുദ്ധർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. വിശുദ്ധർക്ക് വേണ്ടി. ഒരുപക്ഷെ ആ പ്രാർത്ഥന എനിക്ക് വേണ്ടി തന്നെ ആയിരിക്കുക, അല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടി ആയിരിക്കുക, എനിക്കത് അറിയത്തില്ല. പക്ഷെങ്കിൽ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടി ഹോളി സ്പിരിറ്റ് പ്രാർത്ഥിക്കുന്നു. മൂന്ന്, അതിൻ്റെ പ്രത്യേകത ഒന്ന് വായിച്ചോട്ടെ. 26-ാമത്തെ വാക്യം. 26-ാമത്തെ വാക്യം. ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ ആ വേർഡ്? ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ. അപ്പൊ ഈ വേർഡ് വെളിപ്പെടുന്ന എങ്ങനെയാ വെളിപ്പെടുന്നേ? പബ്ലിക് കേട്ട് കഴിഞ്ഞാൽ അവർക്കിതൊന്നും മനസ്സിലാകത്തില്ല. ഈ വാക്കെന്ന് പറയുന്ന ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ. ഉച്ചരിക്കുവാൻ പോലും ഒന്നുമില്ല അതിനകത്ത്. ചിലപ്പോൾ തേങ്ങലായിരിക്കുമുള്ളത്, കരച്ചിലായിരിക്കുമുള്ളത്, ചിലപ്പോൾ ഒരു നിലവിളിയായിരിക്കുമുള്ളത്. നമുക്കറിയത്തില്ല എങ്ങനെയാ മൂവ് ചെയ്തിട്ടുണ്ടെന്ന്. നിങ്ങൾ എത്ര പേര് ആ അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ ശ്രേഷ്ഠമാർക്കതൊരു അനുഭവം അനുഭവിച്ചവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതൊരു സാധാരണപ്പെട്ട ഒരു അനുഭവമല്ല. ഹോളി സ്പിരിറ്റ് നമ്മെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഭാരമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കാം, നമ്മൾ പോലും അറിയാതെ പരിശുദ്ധാത്മാവ് വേദന ഏറ്റെടുത്ത് ആ നമ്മൾ പ്രാർത്ഥിക്കുന്ന വേദനയേക്കാൾ അത്യന്തപരമായിട്ട് വേദനയോടുകൂടെ നിലവിളിക്കുന്ന ഒരു നല്ല ആത്മാവ്. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയെക്കുറിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ അത് എന്താ സംഭവിക്കുന്നത് മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ 1-ാം 14-15 വാക്യം. 1 Corinthians chapter 14, 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. 14th chapter verse 15. Yes. No. 14th chapter verse 15. ആകയാൽ എന്ത്, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ടും. അപ്പൊ രണ്ട് രീതിയിൽ ഒരു ദൈവ പൈതലിനെ പ്രാർത്ഥിക്കാൻ സാധിക്കും. ഒന്ന്, പരിശുദ്ധാത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. രണ്ട്, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിലും ബുദ്ധിയിലുമുള്ള പ്രാർത്ഥനയുടെ വ്യത്യാസം എന്ന് പറയുന്നത്, വായിച്ചാട്ടോ, പാടുന്നതും അതുപോലെ പാടാം. ബുദ്ധി കൊണ്ട് പാടും, ആത്മാവ് കൊണ്ട് ഞാൻ പാടും. നെക്സ്റ്റ് വേർഡ്. അല്ല, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മപരമില്ലാത്തവൻ നീ പറയുന്നത്. നെക്സ്റ്റ് വേർഡ്. നീ അല്ല, നീ ആത്മാവ് കൊണ്ട് സ്തോത്രം ചൊല്ലിയാൽ ആത്മപരമില്ലാത്തവൻ നീ പറയുന്നത് തിരിയാതിരിക്കെ നിന്റെ സ്തോത്രത്തിന് എങ്ങനെ ആമീൻ പറയും? ദൈവത്തിന്റെ ദാസൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നത് നമ്മൾ ബുദ്ധിയുടെ നാടിക്കുന്ന പ്രാർത്ഥന. എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. വായിച്ചിട്ട്, നീ നന്നായി സ്തോത്രം ചൊല്ലുന്നു, സത്യം. മറ്റവൻ ആത്മീക വർധന വരുന്നില്ല താനും. നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷകൾ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. വായിച്ചോട്ട് 12-ാം അധ്യായം. അതിന്റെ 2-3 വാക്യം. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിയതുപോലെ ഊമവിഗ്രഹങ്ങളുടെ അടുക്കൽ പോക പതിവായിരുന്നു എന്ന്. എനിക്ക് വേണ്ടത് അതല്ല, ബുദ്ധിയോ അഫലമായിരിക്കും. യെസ്. അതിന്റെ 14-ാമത്തെ വാക്യം. 1 Corinthians 14:14. 14.
1 Corinthians 14:14. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എന്റെ ആത്മാവ് എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആത്മാവുള്ള പ്രാർത്ഥന മറ്റൊരു പേര് കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ അന്യഭാഷയുള്ള പ്രാർത്ഥന. പക്ഷേ ഈ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചോണേ. എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. അപ്പോൾ ബുദ്ധി അവിടെ പ്രവർത്തിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ബുദ്ധിയിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയല്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ ഒറ്റ വേർഡ് പറഞ്ഞുകൊണ്ട്. ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുവെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നെ പരിപൂർണമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആത്മാവിനെ ഫുള്ളി കൺട്രോൾ ചെയ്ത് എന്നിൽ കൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നതാണ് ആത്മാവുള്ള പ്രാർത്ഥന. അത് ഒരു സന്ദർഭത്തിൽ അത് തുടക്കം അന്യഭാഷയിൽ തുടങ്ങുവാൻ സാധിക്കും. ഒരൽപ്പം കഴിയുമ്പോൾ അതൊരു ഞരക്കമായിട്ട് മാറ്റപ്പെടും, ചിലപ്പം നിലവിളിയായിട്ട് മാറ്റപ്പെടും. കാരണമൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ഭൂമിയിൽ ആര് ഞരങ്ങിയിട്ടുണ്ട്, ആ ഞരക്കത്തിന് സ്വർഗത്തിലെ ദൈവം ഉത്തരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ വേർഡ് നിങ്ങൾ മനസ്സിലായോ? ഒരു ഹന്നായുടെ ഞരക്കത്തിനോ സ്വർഗത്തിലെ ദൈവം ഉത്തരം കൊടുത്തു. കർത്താവായ യേശുവിൻ്റെ ഞരക്കത്തിനോ സ്വർഗത്തിലെ ദൈവം ഉത്തരം കൊടുത്തു. അവൻ ആത്മാവിൽ ഞരങ്ങിയെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുമ്പോൾ എൻ്റെ ബുദ്ധിയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ, മറ്റുള്ളവരുടെ ഭാരം കാണുമ്പോൾ, ഒരുപക്ഷെ ഒരു ഞരക്കമായിട്ട് അത് കടന്നു വന്നു. ആ ഞരക്കം എൻ്റെ ഉള്ളിൽ കൂടെ വെളിയിലേക്ക് കടന്നു വരുന്നു. ആ സമയത്ത് അത്ഭുതകരമായ രീതിയിൽ ഉത്തരമയച്ചത്. നിങ്ങൾ ശാന്തമായിട്ട് അനുഭവിച്ചിട്ടുള്ളതൊക്കെ മനസ്സിലാക്കുക. വേദനയുടെ ആധിക്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ, ഒരു ഞരക്കത്തിൻ്റെ അനുഭവം കിടക്കയിൽ നിന്നുകൊണ്ട് നിങ്ങൾ കിടക്കുമ്പോൾ, ആ ഞരക്കം നിങ്ങൾക്കൂടെ വെളിപ്പെടുന്ന ആ സമയത്ത് വളരെ പെട്ടെന്ന് അത്ഭുതകരമായ രീതിയിലാണ് ഉത്തരം കണ്ടിട്ടില്ലേ? എന്താ സംഭവിച്ചത്? പ്രാർത്ഥനയുടെ വാചകമൊന്നും വന്നില്ല. പക്ഷെങ്കിൽ ഉള്ളിൻ്റെ ഒരു ഞരക്കം, അതാ സ്വർഗത്തിലെ ദൈവം കണ്ടത്. ആ ഞരക്കത്തിന് ഉത്തരം തരുവാനിടയായി തീർന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, അതിനേക്കാൾ എത്ര വലുതാണ് ദൈവഹിതപ്രകാരം പരിശുദ്ധാത്മാവ് എന്നിൽ കൂടെ ഞരങ്ങുന്ന ആർക്കൊരവസ്ഥ. ആ ഞരക്കം ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു പെർഫെക്റ്റ് പ്രയർ ആകുന്നുവെങ്കിൽ ഈ ദിവസങ്ങൾ ദൈവമക്കളൊന്ന് ആഗ്രഹിക്കുമോ? കർത്താവേ, പ്രാർത്ഥനയുടെ അടുത്ത ലെവലിലേക്ക് ഞങ്ങളൊന്ന് കടന്നു പോകട്ടെ. ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥന അതൊന്ന് അവസാനിപ്പിക്കുക. ഞാൻ അത് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശു പറഞ്ഞ വേർഡ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. പ്രാർത്ഥന തുടങ്ങേണ്ടത് നമ്മുടെ പുത്രത്വത്തെ മുൻപിൽ വെച്ചുകൊണ്ടാണ്. അതാ കർത്താവായ യേശു പറഞ്ഞത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതാ നമ്മുടെ പ്രിവിലേജ്, അതാ എൻ്റെ അവകാശം. ദൈവ സാന്നിധ്യത്തിലേക്ക് ഞാൻ കടന്നു വരുന്നതിൻ്റെ പദവി അതാ. പക്ഷെങ്കിൽ നെക്സ്റ്റ് വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിൻ്റെ നാമം മഹത്വപ്പെടണം. അതായിരിക്കട്ടെ നമ്മുടെ ഫസ്റ്റ് ആറ്റിറ്റ്യൂഡ്. പ്രാർത്ഥനയിൽ നമ്മൾ ആദ്യം വെക്കേണ്ടത് ലെറ്റ് ഹിസ് ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം. നമ്മെ നടത്തിയ വഴികളെ ഓർത്ത്, പരിപാലിച്ച പദങ്ങളെ ഓർത്ത്. മൂന്നാമതായിട്ട് പ്രാർത്ഥനയിൽ കടക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം ഇതായിരിക്കണം, ദൈവമേ, സ്വർഗത്തിൽ നിൻ്റെ ഇഷ്ടം എന്തായിരിക്കുന്നുവോ അത് തന്നെയാകട്ടെ ഭൂമിയിലും എൻ്റെ ഹിതം. നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ ഏൽപ്പിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. ദൈവത്തിൻ്റെ മനോഹരമായിരിക്കുന്ന കരങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നമ്മൾ കൂടെ ഞരങ്ങട്ടെ. ആ ഞരക്കം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനുഭവിപ്പാൻ, ദൈവിക കരങ്ങൾ കാണുവാൻ ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് നടത്തി കർത്താവിൻ്റെ പരിശുദ്ധ മുഖത്തെ കണ്ണുകൾ തിരിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തോടൊന്ന് പറയുവാൻ സാധിക്കുമോ? കർത്താവേ, ഈ ദിവസങ്ങളിൽ എന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുക. ആത്മാവ്
എന്നിൽ കൂടെ ഞരങ്ങുന്ന ആർക്കുന്ന വലിയ ഞരക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് എന്നെ കടത്തുവാൻ എന്നെ സഹായിക്കണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന അടുത്ത തലങ്ങളിലേക്കൊന്ന് ഉയരുവാൻ എനിക്ക് കൃപ ചെയ്യണം. ഹല്ലേലൂയ. കൊച്ചു പിള്ളേരെ പോലെ കർത്താവേ, ഒരു ശിശുവിനെ പോലെ പ്രാർത്ഥിക്കുവാനല്ല, ഈ ദിവസങ്ങളിൽ എൻ്റെ ബുദ്ധി കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ആത്മാവിനെ ഏറ്റെടുത്ത് കർത്താവേ, ആ വലിയ ലെവല്, ആ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ എന്നിൽ കൂടെ വെളിപ്പെടുവാൻ, ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ കൂടെ നടത്തുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ സഹായിക്കണമേ. എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ലോർഡ് ലീഡ് മീ ഇൻടു ഇറ്റ്. കർത്താവേ, ഈ ദിവസങ്ങളിൽ ആ ശ്രേഷ്ഠമായിരിക്കുന്നൊരു പദവിയിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകണമേ. ഹല്ലേലൂയ. ആത്മാവിനിൽ കൂടെ ഞരങ്ങുന്ന ആയിരിക്കുന്നൊരവസ്ഥയിലേക്ക് കടന്നു വന്ന് ദൈവഹിതപ്രകാരം ഒന്ന് പ്രാർത്ഥിപ്പാൻ എന്നെ സഹായിക്കണമേ. എത്ര പേര് ദൈവത്തിന് മുമ്പാകെ അതിനു വേണ്ടി ഒരുക്കുന്നുണ്ട്. കർത്താവേ, അതിനായിട്ട് എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചിരിക. എന്നെ നീ സഹായിക്കണം. എനിക്ക് കഴിവില്ല, എന്നെ നീ ഒന്ന് സഹായിക്കണം. ഒന്ന് പ്രാർത്ഥനയോടുകൂടെ ദൈവം ഭാഗ്യം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? കർത്താവ് നമ്മെ ഒന്ന് കാണട്ടെ ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു പെർഫെക്ഷനിലേക്ക് കടക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം നൽകി തരുന്നൊരു നല്ല കർത്താവ്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, എന്നാൽ അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകി തരും. ഒന്ന് രസിക്കുവാൻ സാധിക്കുമോ? കഴിഞ്ഞ നാളുകൾ ദൈവം നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട്, ദൈവം പരിപാലിച്ച വിധങ്ങളെ ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിലൊന്ന് സന്തോഷിപ്പാൻ സാധിക്കുക. എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒന്ന് പിന്നോട്ട് ഓർത്ത് നോക്കിയാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ കരങ്ങളൊന്ന് മുൻപിൽ കണ്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുത്താട്ടോ എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ഹല്ലേലൂയ. വിശുദ്ധ കരങ്ങൾ ഉയരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹബക്കിനോട് ചേർന്നുകൊണ്ട് പറഞ്ഞാട്ട് അത്തിവൃക്ഷം തളുക്കയില്ല, മുന്തിരിവള്ളി അതിന്റെ ഫലം തരികയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഹല്ലേലൂയ. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എന്റെ മുമ്പിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കുവാൻ പോകുക.